ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അലക്സ് റാപ്പ്. ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ റെഡ്മി നോട്ട് 9 പ്രോ മാക്സിന്റെ ക്യാമറ ടെസ്റ്റും ബാറ്ററി ടെസ്റ്റും ആണ്. ഓക്കെ, നമ്മുടെ കഴിഞ്ഞ വീഡിയോക്കകത്ത് എല്ലാവരും പറഞ്ഞിരുന്നു നമ്മുടെ അൺബോക്സിംഗ് വീഡിയോ ചെയ്തപ്പോൾ കുറേ കാര്യങ്ങൾ പറയാൻ മറന്നു. ഓക്കെ, നമ്മുടെ റെഡ്മി നോട്ട് 9 പ്രോ മാക്സിന്റെ ക്യാമറ 64 MB പ്രൈമറി ക്യാമറയും 8 MB അൾട്രാവൈഡ് ക്യാമറയും പിന്നെ 5 MB ഡെപ്ത് ക്യാമറയും 2 MB മാക്രോ ക്യാമറയാണ് വരുന്നത്. പിന്നെ ഓക്കെ, അപ്പോൾ ഈ ഫോണിന്റെ ഫ്രണ്ട് ക്യാമറ വരുന്നത് 32 MB ഫ്രണ്ട് ക്യാമറയാണ്. അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഉള്ള ഫ്രണ്ട് ക്യാമറയാണ് വരുന്നത്. അപ്പോൾ ഈ ഫോണിന്റെ പ്രൊസസറിന്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് ക്വാഡ്കോം സ്നാപ്ഡ്രാഗൺ 720G പ്രൊസസറാണ് വരുന്നത്. അതിൽ നാവിക്കിന്റെ സപ്പോർട്ടും വരുന്നുണ്ട്. അത്യാവശ്യം നല്ല ഗെയിമിങ്ങിനും ക്യാമറയ്ക്കൊക്കെ നല്ല സൂപ്പർ പ്രൊസസറാണ് വരുന്നത്. ഓക്കെ, ഈ ഫോൺ 3 വേരിയന്റിലാണ് വരുന്നത്. ഒന്ന് 6GB 64GB റോമിന്റെയും പിന്നെ 6GB 128GB റോമിന്റെയും ആൻഡ് 8GB 128GB റോം, അങ്ങനെ 3 വേരിയന്റിലാണ് ഫോൺ വരുന്നത്. ഈ ഫോണിന്റെ ഡിസ്പ്ലേ പറ്റി പറയുകയാണെങ്കിൽ 6.67 ഇഞ്ചിന്റെ ഒരു വലിയ ഡിസ്പ്ലേ ആണ് വരുന്നത്. നമുക്ക് LCD FHD പ്ലസ് ഡിസ്പ്ലേ ആണ് വരുന്നത്. ഇതിൽ 60 ഹെർട്സിന്റെ മാത്രം റിഫ്രഷ് റേറ്റ് ഉള്ളൂ. കാരണം ഇപ്പോൾ ഇറങ്ങുന്ന മിക്ക ഫോൺസിന് 90 ഹെർട്സ് അതിന് മേളിലായിട്ട് റിഫ്രഷ് റേറ്റ് വരുന്നുണ്ട്. പക്ഷേ ഇതിന് 60 ഹെർട്സ് മാത്രമേ വരുന്നുള്ളൂ. ഗൈസ്, അപ്പോൾ നമുക്ക് ഈ ഫോണിൽ ഡെഡിക്കേറ്റഡ് സിം സ്ലോട്ട് കിട്ടുന്നുണ്ട്. അതായത് 2 സിമ്മും ഒരു മെമ്മറി കാർഡ് ഇടാൻ സ്ലോട്ട്. അപ്പോൾ ഗൈസ്, നമുക്ക് ഇതൊക്കെയാണ് ഈ ഫോണിന്റെ മെയിൻ ആയിട്ടുള്ള ഫീച്ചേഴ്സ്. ഞാൻ എന്തെങ്കിലും പറയാൻ വിട്ടുപോയിട്ട് നിങ്ങൾ മാക്സിമം കമന്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് നേരെ ക്യാമറ ടെസ്റ്റിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ കാണുന്നതാണ് നമ്മുടെ നോർമൽ ക്യാമറ ഉള്ള ഫോട്ടോസാണ് കാണുന്നത്. അപ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ ഇതിൽ ഈ ഫോണിലെ ക്യാമറ എന്ന് പറയുമ്പോൾ നമുക്ക് കോൺട്രാസ്റ്റ് കൂട്ടിയാണ് നമുക്ക് ഫോട്ടോസൊക്കെ തരുന്നത്. അതെന്ന് എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. കാരണം എനിക്ക് കൂടുതലും കളർ കൂടിയ ഫോട്ടോസാണ് എനിക്ക് മാക്സിമം ഇഷ്ടം. കാരണം വളരെ നല്ല ഫോട്ടോസാണ് നമുക്ക് ഇതിൽ കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഫോണിൻ്റെ പ്രോപ്പറേറ്റ് ഫോട്ടോ വരുന്നത്. അപ്പം നല്ല രീതിയിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം നമുക്ക് ബാക്ക്ഗ്രൗണ്ടൊക്കെ നല്ല രീതിയിൽ തന്നെ നമുക്ക് ഈ ഫോണിന് നല്ല രീതിയിൽ കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതാണ് ഈ ഫോണിൻ്റെ ഫ്രണ്ട് ക്യാമറ, സെൽഫി ക്യാമറ 32 MB സെൽഫി ക്യാമറയാണിത്. പക്ഷേ ഗായ്സ്, എനിക്ക് ഈ ഫോട്ടോസിൽ എനിക്കൊരു ചെറിയ ഇത് തോന്നുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കളറ് കുറയുന്ന രീതി ഒരു ഫീലിംഗ് ഉണ്ട്. കാരണം നമ്മുടെ ബാക്ക് ക്യാമറ വെച്ച് നോക്കുമ്പോൾ കോൺട്രാസ്റ്റ് കുറവായിട്ടുള്ളൊരു ഫീലിംഗ് വരുന്നുണ്ട്. ഗൈസ്, അപ്പോൾ ഇതാണ് ഈ ഫോണിൻ്റെ അൾട്രാവൈഡ് ക്യാമറ വരുന്നത്. എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. കാരണം വളരെ നല്ല രീതിയിൽ എല്ലാ മൂമെൻറ്റും ക്യാപ്ചർ ചെയ്യുന്നൊരു വളരെ നല്ലൊരു അൾട്രാവൈഡ് ക്യാമറയാണ് ഇത് വരുന്നത്. എനിക്ക് വളരെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഗൈസ്, ഈ ഫോട്ടോ ഞാൻ മാക്സിമം സൂം ചെയ്തെടുത്ത ഫോട്ടോസാണ്. ഈ ഫോട്ടോ 4K HD എടുത്ത ഫോട്ടോയാണ്. ഓക്കെ ഗൈസ്, ഇതാണ് നമ്മൾ 64 MB ക്യാമറ വരുന്നത്. നല്ല സൂപ്പർ ക്യാമറയാണ് വരുന്നത്. അടുത്ത വീഡിയോയിലെ സൂമിങ് നോക്കാൻ വേണ്ടിയാണ്. നമ്മളിപ്പം 6x സൂമാണ് ഈ ഫോണിൽ സൂമിങ് വരുന്നത്. നമുക്ക് ആ സൂമിങ്ങിൻ്റെ ക്ലാരിറ്റി നോക്കാം. ഓക്കെ ഗൈസ്, ഇതൊക്കെ നമ്മൾ മാക്രോ ക്യാമറ എടുത്ത ഷോട്ട്സ് ആണ്. നല്ല കോൺട്രാസ്റ്റ് ഒക്കെ കൂട്ടി നല്ല ക്ലിയർ ഷോട്ടൊക്കെയാണ് തരുന്നത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം നമ്മുടെ ഒരു ഫ്ലവറിൻ്റെ ആണല്ലോ നമ്മൾ എന്തിൻ്റെ ഫോട്ടോ എടുത്താൽ അതിന് നല്ല ക്ലിയർ ആയിട്ട് നമുക്കുള്ളൊരു ഫോട്ടോ വരുന്നുണ്ട്. കാരണം ബാക്ക്ഗ്രൗണ്ടൊക്കെ അതേപോലെ തന്നെ നമുക്ക് ക്ലിയർ ആയിട്ട് കിട്ടുന്നുണ്ട്. എനിക്ക് വളരെ നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. കാരണം അതിൻ്റെ ആ കളറിങ് ഒക്കെ എനിക്ക് വളരെ നന്നായിട്ട് കിട്ടുന്നുണ്ട്. ഓക്കെ ഗൈസ്, ഇത് ഞാൻ നൈറ്റ് മോഡ് എടുത്ത ഷോട്ട്സ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് നോർമൽ ക്യാമറ നൈറ്റ് മോഡിലുള്ള ക്യാമറയുടെ വ്യത്യാസം കാണാൻ കഴിയും. നല്ല രീതിയിലുള്ള നമുക്ക് നൈറ്റ് ഷോട്ട്സ് ഒക്കെ തരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ അടുത്ത ബാറ്ററി ടെസ്റ്റ് ആണ്. ഇപ്പം എൻ്റെ ഫോണിൽ 50% ചാർജ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ ബാറ്ററി ടെസ്റ്റ് 1 അവർ നോക്കാം. ഇപ്പം 2:30 ടൈം കറക്റ്റായി. നമുക്ക് ഗെയിമിംഗ് ടെസ്റ്റിലേക്ക് പോകാം. ഗൈസ്, അപ്പോൾ നമുക്ക് ബാറ്ററി ടെസ്റ്റ് നടത്താൻ നേരം നിങ്ങൾ വീഡിയോ കുറച്ച് ലെങ്ത് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഓടിച്ചു വിടുന്നുണ്ടെങ്കിൽ ഓടിച്ചു വിട്ടോളുക. കാരണം ഗെയിമിങ് നിങ്ങൾക്ക് കാണാൻ താല്പര്യമില്ലെങ്കിൽ വീഡിയോ ഓടിച്ചു വിട്ടോളുക.
ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ 1 hour അടുത്ത് ഗെയിം കളിച്ച് ഞാൻ പകുതി ഓടിച്ചു വിട്ടാണ്. കാരണം നമുക്കിപ്പം ഗെയിമിങ് കാണിക്കേണ്ട ആവശ്യമില്ല, അത് കാരണം ഞാൻ ഓടിച്ചു വിട്ടു. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്കിപ്പോൾ ഫോണിൽ 37% ചാർജ് ഉണ്ട്. അപ്പോൾ നമ്മൾ 1 hour ഗെയിം കളിച്ചപ്പോൾ 13% ചാർജാണ് ഇറങ്ങിയത്. ഓക്കെ ഗൈസ്, അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്ക് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.